ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സന്ധ്യയും സച്ചിയുമാണ്. സച്ചിയുടെ മാറ്റങ്ങളെക്കുറിച്ച് അർച്ചന വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ സന്ധ്യ സച്ചിയെ കാണാനായി വിളിപ്പിച്ചിരിക്കുകയാണ്. തുടർന്ന് സന്ധ്യ പറയുകയാണ്, സച്ചിയിലുണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും അർച്ചനയ്ക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. എത്ര ആൾക്കാരാ ഇപ്പോൾ കുട്ടികൾ വേണ്ടെന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്നത്. സച്ചിയും അർച്ചനയും അങ്ങനെ ഒരു തീരുമാനമെടുത്തെന്ന് കരുതിയാൽ മാത്രം മതി. ഒരു ഡോക്ടറും പറയാൻ പാടില്ലാത്ത കാര്യമാണ് ഞാൻ സച്ചിയോട് പറയുന്നത്, അർച്ചനയിൽ നിന്നും ഒളിച്ചു വെക്കുന്നതും. പക്ഷേ സച്ചിക്ക് തന്നെ അറിയാലോ, ഇപ്പം നമ്മൾ ഈ കാര്യങ്ങൾ അർച്ചനയോട് പറഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്ന്. അർച്ചന സച്ചിയോട് പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ വീട് വിട്ട് ഇറങ്ങിപ്പോകും, ഇല്ലെങ്കിൽ ആത്മഹത്യയായിരിക്കും ചെയ്യാൻ പോകുന്നത്. ഇത് കേൾക്കുന്ന സച്ചി എന്തൊക്കെ വന്നാലും താൻ അർച്ചനയോട് ഈ കാര്യം പറയില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സച്ചി മുറിയിലേക്ക് വരുമ്പോൾ അർച്ചന ചോദിക്കുകയാണ്, എന്താ സച്ചിയേട്ടാ, സച്ചിയേട്ടന്റെ പ്രശ്നം എന്താ? അത് പിന്നീടോ ഒരു ബിസിനസ് കയ്യിൽ നിന്ന് പോയി. അച്ഛനോട് പറയാൻ പേടിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് രണ്ടും കൽപ്പിച്ച് അച്ഛനോട് പറഞ്ഞപ്പോൾ നന്ദേട്ടൻ വന്നതിന്റെ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. അച്ഛൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, പിന്നെ സച്ചിയേട്ടാ, എന്ത് കാര്യമുണ്ടെങ്കിലും അച്ഛനിൽ നിന്നും മറച്ചു വെക്കരുത്. ഒരു പ്രാവശ്യം കാര്യങ്ങൾ മറച്ചു വെച്ചതിൻ്റെയാ നമ്മളെല്ലാവരും ചേർന്ന് അനുഭവിച്ചത്. എനിക്കും ഇപ്പോഴാവുന്ന സമാധാനമായത്. സച്ചിയേട്ടന് എന്താ പറ്റിയതെന്നറിയാതെ ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. സച്ചിയേട്ടൻ്റെ മുഖമൊന്ന് മാറിയാൽ തന്നെ എനിക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഇനിയും ഇതുപോലെ എന്നെ വിഷമിപ്പിക്കരുതേ എന്ന് അർച്ചന പറയുന്നു. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകില്ല, താൻ വിഷമിക്കാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് അർച്ചനയെ സമാധാനിപ്പിക്കുകയാണ് സച്ചി. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു പോലീസ് ജീപ്പ് നെല്ലിശ്ശേരിയിൽ എത്തുന്നതാണ്. തുടർന്ന് SI നെല്ലിശ്ശേരിയുടെ അകത്തേക്ക് വരികയാണ്. എൻ്റെ പേര് കൃഷ്ണൻ, ഞാനിവിടുത്തെ SI ആണ്. നിങ്ങളുടെ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഞാനാണെന്നും SI പറയുന്നു. കേസ് അന്വേഷണത്തിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണമായിരുന്നു. അപ്പോൾ എല്ലാവരെയും ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നെന്നും SI പറയുന്നു. ഇത് കേൾക്കുന്ന സേതുമാധവൻ സ്നേഹയോട് എല്ലാവരെയും വിളിച്ചുകൊണ്ട് താഴേക്ക് വരാനായി പറയുകയാണ്. തുടർന്ന് എല്ലാവരും വന്നതിന് ശേഷം SI പറയുകയാണ്, നിങ്ങളുടെ വീട്ടിലെ അന്നത്തെ CCTV ഫുട്ടേജ് 6 മണി മുതൽ ഓഫായിരുന്നു. നിങ്ങളുടെ വീട്ടിൽ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഓഫ് ചെയ്തിടാറുണ്ടോ? ഇല്ല സാർ, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിടാറില്ല. പിന്നെ അത് എങ്ങനെയാണ് ഓഫായതെന്ന് ഞങ്ങൾക്ക് അറിയത്തുമില്ല. ഇത് കേൾക്കുന്ന SI പറയുകയാണ്, ഒന്നെങ്കിൽ അത് തനിയെ ഓഫായതാകാം, ഇല്ലെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം ഓഫ് ചെയ്തതാകാം. ഇതൊക്കെ കേൾക്കുന്ന അവന്തികയും അനഘയും പേടിയോടെ നിൽക്കുകയാണ്. തുടർന്ന് അർച്ചന ആരാണെന്ന് SI ചോദിക്കുമ്പോൾ അർച്ചന മുന്നിലേക്ക് വരികയാണ്. ഞാനന്ന് ഓർഡർ ചെയ്ത കേക്ക് അല്ലായിരുന്നു സാർ വന്നത്. ഞാൻ ആ ബേക്കറിക്കാരെ വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത കേക്ക് തന്നെയാ കൊടുത്തു വിട്ടതെന്നാ അയാൾ പറഞ്ഞത്. ഇത് കേൾക്കുന്ന SI പറയുകയാണ്, അർച്ചനയുടെ കയ്യിൽ കേക്ക് തരുന്നതുവരെ അത് മാംഗോ ഫ്ലേവർ ആയിരുന്നെന്നാ ബേക്കറിക്കാർ പറഞ്ഞത്. പിന്നെ എങ്ങനെയാ അതിവിടെ വെച്ച് വാനില ഫ്ലേവർ ആയത്? അത് തന്നെയാ സാർ എൻ്റെയും സംശയമെന്ന് അർച്ചന പറയുമ്പോൾ SI പറയുകയാണ്, അതിൻ്റെ അർത്ഥം അർച്ചനയ്ക്ക് ഇവിടെ ആരെയോ സംശയമുണ്ടെന്നല്ലേ? ഇത് കേൾക്കുന്ന സേതു പറയുകയാണ്, ഈ വീട്ടില് ഞങ്ങൾക്ക് അങ്ങനെ ആരെയും സംശയമില്ല. ഈ വീട്ടിലെ എല്ലാവരും കേക്ക് കഴിച്ചിരുന്നതാണെന്ന് സേതു പറയുമ്പോൾ SI പറയുകയാണ്, അത് തെറ്റാണ്. അർച്ചനയും അർച്ചനയുടെ ഗർഭിണിയായ സഹോദരിയും കേക്ക് കഴിച്ചിട്ടില്ല. അതിരിക്കട്ടെ, ഈ നന്ദൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ നന്ദൻ അങ്ങോട്ടേക്ക് വരികയാണ്. നന്ദൻ കുറച്ചു നാളായിട്ട് നാട്ടിലില്ലായിരുന്നല്ലോ. നന്ദന്റെ മിസ്സിംഗ് പെറ്റീഷൻ ഞാൻ സ്റ്റേഷനിൽ നിന്നും വായിച്ചിരുന്നു. നന്ദന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഈ വീട്ടിലെ എല്ലാവരെയും കൊല്ലാനും മാത്രം പകയുള്ള ശത്രുക്കള്? ഇത് കേൾക്കുന്ന നന്ദൻ ഇല്ലെന്ന് പറയുമ്പോൾ SI പറയുകയാണ്, ഇവിടെയുള്ള ആരെങ്കിലും സംശയമുണ്ടെങ്കിൽ തുറന്നു പറയാം. ഇത് കേൾക്കുന്ന സേതു പറയുകയാണ്, സർ, ഞങ്ങൾ ഇവിടെ എല്ലാവരും പരസ്പര വിശ്വാസത്തോടെയും സ്നേഹത്തോടെയുമാണ് ഒരുമിച്ച് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കാർക്കും ആരെയും സംശയമില്ല. തുടർന്ന് അവന്തിക മുന്നിലേക്ക് വന്നിട്ട് പറയുകയാണ്, ഈ വീട്ടിലെ അംഗങ്ങളെയൊന്നും എനിക്ക് ഒരു വിശ്വാസക്കുറവുമില്ല. പക്ഷേ പുറത്തുനിന്ന് വന്നവരെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമില്ല. ഇത് കേൾക്കുന്ന SI ചോദിക്കുകയാണ്, അതെന്താ, ഇവിടെ പുറത്തുനിന്ന് വന്ന ആരെങ്കിലും ഉണ്ടോ? ഇത് കേൾക്കുന്ന എല്ലാവരും മീരയെ നോക്കുമ്പോൾ SI മീരയുടെ അടുത്തേക്ക് വരികയാണ്. ഇത് കാണുന്ന മീര പറയുകയാണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാനും ഇവരുടെ ഒപ്പം കേക്ക് കഴിച്ച് ആശുപത്രിയിലായിരുന്നു. അത്രയും പറഞ്ഞ് പേടിയോടെ നിൽക്കുകയാണ് മീര. ഇത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അവന്തിക. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ